ഇന്ന് ആയില്യമായിരുന്നു. അപ്പോൾ ആയില്യ പൂജ എന്താണെന്നും അതെന്തിനാണ് നടത്തുന്നതെന്നും ഈ നൂറും പാലും എന്തിനാണ് നൽകുന്നതെന്നും ഒക്കെ ഉള്ളതിനെപ്പറ്റിയുള്ള ഐതിഹ്യകഥയാണ് പറയുന്നത്. പരീക്ഷിത്ത് രാജാവിന് ഒരു ശാപം ലഭിക്കുകയുണ്ടായി, ഒരു മുനിയുടെ ശാപം ലഭിക്കുകയുണ്ടായി, പാമ്പിൻ്റെ ദംശനമേറ്റ് മരണപ്പെടുമെന്നുള്ളത്. എന്നാൽ പരീക്ഷിത്ത് രാജാവ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് 7 നില മാളിക ഉണ്ടാക്കി അതിനുള്ളിൽ ഒളിച്ചിരുന്നു. എന്നാൽ അവിടെ എത്തിയ പഴങ്ങളിൽ നിന്നും പഴത്തിനുള്ളിൽ ഒരു പുഴുവിൻ്റെ രൂപത്തിൽ തക്ഷകൻ എന്ന് പറയുന്ന നാഗരാജാവ് ഒളിച്ചിരിക്കുകയും പിന്നീട് അതിൽ നിന്ന് പുറത്തു വന്ന് ഈ പരീക്ഷിത്ത് രാജാവിനെ ദംശിച്ച് വധിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ കുപിതനായ പരീക്ഷിത്ത് രാജാവിൻ്റെ മകൻ സർപ്പസത്രം എന്ന് പറയുന്ന ഒരു യാഗം നടത്തി. ഈ യാഗത്തിൻ്റെ ഫലമായിട്ട് സകലമാന സർപ്പങ്ങളും ഈ യാഗാഗ്നിയിലോട്ട് വന്ന് വീഴുകയുണ്ടായി. എന്നാൽ തക്ഷനാകട്ടെ തൻ്റെ സുഹൃത്തായ ഇന്ദ്രൻ്റെ കൈകളിൽ സുരക്ഷിതനായിട്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ഈ സർപ്പങ്ങളെല്ലാം ഇങ്ങനെ ഈ അഗ്നിയിൽ പൊള്ളലേൽക്കുന്നത് കണ്ടിട്ട് ദേവന്മാരിടപെട്ട് ഈ യാഗം നിർത്തുകയും ചെയ്തു. എന്നാൽ നിർത്തിയാലും ഈ പൊള്ളലേറ്റ യാഗങ്ങളെല്ലാം നിന്ന് പിടയുകയുണ്ടായിരുന്നു. കാരണം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഈ പൊള്ളലേറ്റ് പിടയുകയുണ്ടായി. അപ്പോൾ അതിൽ വിഷമം തോന്നിയ ആദിശേഷൻ എന്ന് പറയുന്ന മഹാവിഷ്ണുവിൻ്റെ ശയ്യയായിട്ടുള്ള നാഗം മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു, എൻ്റെ വംശത്തിലുള്ളവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, അങ്ങ് അവരെ രക്ഷപ്പെടുത്തണമെന്ന്. അതിൻ്റെ ഫലമായി മഹാവിഷ്ണു ഈ മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളവും കലക്കി അതിൽ പൂക്കുലയിൽ മുക്കി ഈ നാഗങ്ങൾക്ക് തളിച്ച് ആ നാഗങ്ങളുടെ ശരീരത്തിലുള്ള പൊള്ളലെല്ലാം അകറ്റി അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഇത് ചെയ്തത് ആയില്യം നാളിലായിരുന്നു. അങ്ങനെയാണ് ആയില്യം നാൾ സർപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആചാരം നടത്തുന്നത്. അതിന് നൂറും പാലും നൽകുന്നത് ഈ സർപ്പങ്ങളുടെ ഈ പൊള്ളൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അതുപോലെ മാറിക്കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ നൂറും പാലും വഴിപാട് നടത്തുന്നത്. മഞ്ഞൾപ്പൊടിയും കരിക്കും വെള്ളവും കലക്കി പൂക്കുലയിൽ മുക്കിയാണ് ഈ യാഗം ഇപ്പോഴും ഈ നൂറും പാലും നടത്തുന്നത്. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.